ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്റ്റർ എ ലോങ് ആണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡേ ഇൻ മൈ ലൈഫ് മുഴുവനായി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഒരു ഹാഫ് എങ്കിലും എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇന്നിരിക്കുന്നത്. രാവിലെ തന്നെ എന്നെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചത്ത കോഴിയെ പോലെ ഇരിക്കുന്നതെന്ന്. ലിറ്ററലി എനിക്കെന്തോ മോർണിംഗ് തന്നെ ഒരു മൂടിയായിരുന്നു. വലിയ സുഖമില്ലാത്തൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രഷൊക്കെ ചെയ്ത് ചായ കുടിക്കാം, കുറച്ച് ചായ അല്ലാന്ന് കോഫിയാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ കുടിച്ചൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാമെന്നൊക്കെ വിചാരിച്ച് കോഫി കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ റോസ്മേരിയാണ്. അപ്പോൾ തലയിൽ മുടി പോവാതിരിക്കാനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എന്നെ കുളിക്കാനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ എന്നൊന്നും എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നടക്കാൻ പറ്റില്ല, കാരണം വെയിലുണ്ട്. അത് എന്നെ പെട്ടെന്ന് ബാധിക്കും കേട്ടോ. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് കളയുകയാണ്. അപ്പോൾ റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് ഈ വേസ്റ്റ് എടുക്കുന്ന ആളുകൾ അവിടെ നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. ഒരുപാട് വെയിലില്ല, പക്ഷേ വൈറ്റമിൻ ഡി കിട്ടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് നേരം നിന്ന് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെയിലൊക്കെ കൊണ്ട് ആക്ച്വലി മുഖത്തോട്ട് റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുഖത്തോട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പുറത്തിറങ്ങി 1 മണി 2 മണിക്ക് ഇറങ്ങുന്ന പോലത്തെ വെയിലല്ലല്ലോ മോർണിംഗ്. അത് വൈറ്റമിൻ ഡി ഉള്ള വെയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടുമ്പോൾ ഞാനിങ്ങനെ പോയി നിൽക്കാറുണ്ട്. മുഖത്ത് നിറയെ എണ്ണയും തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇന്ന് കുറച്ച് സെൽഫ് കെയർ ആവാം. ഞാനൊരു 8-9 months ആയി കാണും മോൾഡീവ്സിൽ വന്നിട്ട്. ഇവിടെ വന്നിട്ട് ഇതുവരെ ഇത്രയും വെയിലുള്ള ഒരു ക്ലൈമറ്റാണ്. അത്രയും വെയിൽ കൊണ്ട് ടാൻ വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് എന്നോട് തന്നെ തോന്നി, ആത്മാർത്ഥത ഇല്ലായ്മ ഉണ്ടോ എന്ന് തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി, എന്നിട്ട് ഫേസിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനാണ്. യൂട്യൂബൊക്കെ നോക്കി ആസ് യൂഷ്വൽ ഞാനങ്ങനെ ട്രൈ ചെയ്യുന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആവോ അല്ലേ എന്നുള്ളത് എനിക്കും ഒരു ഡൗട്ടായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം ഫേസിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പോൾ ആക്ച്വലി ചില സമയത്തൊക്കെ നമുക്ക് വേണ്ടി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ചിലപ്പോഴൊക്കെ അത് തോന്നാൻ എനിക്കൊരു 8 മാസം എടുത്തു എന്നുള്ളത് അത്ഭുതം ഉള്ള കാര്യമായിരിക്കും. അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല എത്രയോ ഫ്രഷ് ആയ പോലെ തോന്നി. ശരിക്കും എൻ്റെ ബോഡി, എൻ്റെ ഫേസും എൻ്റെ സ്കിന്നും എല്ലാം എനിക്ക് ഒരു ബെറ്റർ ആയ പോലെ തോന്നി കേട്ടോ. ശരിക്കും റിസൾട്ട് ഉണ്ടായിരുന്നേ. ആ ഫേസ് പാക്കിന് എന്തൊക്കെ ഒരു റിസൾട്ട് എൻ്റെ ബോഡിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നന്നായി വിശക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ് കാണും. അപ്പോൾ എനിക്ക് ഒരുപാട് കുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഷ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള കറികളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പാളിപ്പോയി കഴിഞ്ഞാലും ഈ കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് കൊണ്ട് അതങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പൊക്കോളും. അതുകൊണ്ട് തന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഒരു ചെറിയ കറി പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഫിഷ് അതിലിട്ടിട്ട് ഒരു തിക്ക് ഗ്രേവി ആക്കി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷെല്ലാം ഫ്രൈ ചെയ്തു. പിന്നെ അണിയനും എല്ലാം ഇട്ട് അത് കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് ഞാൻ എൻ്റെ കറി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി റൈസാണ്. അപ്പോൾ റൈസ് അവിടെ ഓൾറെഡി കുക്ക്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവായിട്ട് വന്നിട്ടുള്ളത്. എനിക്കും ഡൗട്ടുണ്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. പിന്നെ കോക്കനട്ട് മിൽക്കിന് ഈ ഫിഷ് ഫ്രൈനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് ഓക്കെ ആയേക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു എൻ്റെ ഈ കുക്കിംഗ് പരീക്ഷണങ്ങൾ മൊത്തം. അങ്ങനെ വർക്കെല്ലാം തീർന്നു. എൻ്റെ ഒരു ഉച്ച വരെ ഉള്ള ഒരു ടൈം ഞാൻ ഓൾമോസ്റ്റ് ചെയ്തതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ലീവുള്ള ഡേ ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. കൂടുതലൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് വേണ്ടി ചെയ്യാം, നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ വിദേശത്ത് ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന എല്ലാവരും ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് നമ്മുടെ വീടും നാട്ടിലുള്ളവരെയൊക്കെ മിസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, ഓർക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പം അങ്ങനെ ഫൈനലി ഞാൻ കഴിക്കാൻ പോവാണ്. എനിക്കും കുറച്ച് ടെൻഷനും ക്യൂരിയോസിറ്റിയും നന്നായി പോകുമോ, ലിറ്ററലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനിയും ട്രൈ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വേറൊരു ദിവസം കാണാം. ബൈ.